ഞാൻ തെറി പറയുന്ന ഒരാളാണ്. തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത്. ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ, പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, അത് OTT-യിലാണ് വന്നത്. രണ്ടും സെയിം ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. IFFK-യിൽ നിങ്ങൾ സിനിമ കണ്ടവർ, ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തെറി ഇല്ലാത്തൊരു വേർഷനാണ് IFFK-യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞത് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ തന്നെ അതിൽ തൊട്ട് മുമ്പ് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആ പൈസക്കാണോ അല്ലെങ്കിൽ മറ്റേ എഗ്രിമെന്റ് പുറത്തു കൊടുത്തത്. തീർച്ചയായിട്ടും ഈ തുണ്ടുകടലാസ് അല്ല വരുന്നത്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് 3 ദിവസത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. ഞാൻ ആ പൈസക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതുകൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ.